Dear students, today we are going to discuss about determination of sample size. You know, one of the most important problem faced by any researcher is regarding determination of sample size. If the sample size is very large, it will be very difficult to manage. And if the sample size is too small, it will not represent the population, and so the conclusion drawn may not be true. So, what should be the sample size? The sample size should be optimal. Okay, and while determining an optimal sample size, every researcher should keep the following points in mind. What are they? First one, size of population. Second is nature of population. Third, standard of accuracy desired. Then sampling method. And next one, availability of time. And lastly, availability of finance. These are the important points to be borne in mind while determining an optimal sample size. Okay. Then different situations of determining sample size. Sample size നിർണ്ണയിക്കുന്ന സിറ്റുവേഷൻ, വ്യത്യസ്ത കേസുകളിൽ സാമ്പിൾ സൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് രണ്ട് കേസായിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന്, വൈൽ എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീനാണോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സാമ്പിൾ സൈസ് കണ്ടുപിടിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. അതേപോലെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സൈസ് ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ രണ്ട് സിറ്റുവേഷനിലും സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷേ ഈ രണ്ട് കേസിലും സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ പോപ്പുലേഷൻ സൈസ്, അതായത് പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ സൈസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുലയിൽ ചെറിയ മാറ്റം വരും. ഓക്കെ, അതേപോലെ ഇവിടെയും പോപ്പുലേഷൻ പ്രൊപ്പോർഷനും പോപ്പുലേഷൻ മീനും എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ചുരുക്കത്തിൽ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് 4 ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. 2 പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോഴുള്ളതാണ്, അതായത് പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ. മറ്റൊരു 2 പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സൈസ് എത്രയാണ് അത് കണ്ടുപിടിക്കുമ്പോൾ ആ പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ 4 ഫോർമുല നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നമുക്ക് ഈ 2 കേസിലായിട്ടുള്ള 4 ഫോർമുല ഓരോന്നും പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ്, ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് സാമ്പിൾ സൈസ് വൈൽ എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ മീൻ. ആദ്യം നമ്മൾ നോക്കുന്നത് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണ്, നമ്മൾ പോപ്പുലേഷൻ മീനാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ സൈസ് ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു z സിഗ്മ ഡിവൈഡഡ് ബൈ e ഹോൾ സ്ക്വയർ എന്നാണ് ഫോർമുല. അതിലുള്ള ഓരോ ലെറ്റേഴ്സും ഒന്ന് നോക്കൂ. n ഈക്വൽ ടു, n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസാണ്, z നമുക്കറിയാം ടേബിൾ വാല്യൂ ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ ഇത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്നത് പുതിയൊരു കോമ്പോണൻ്റ് ആണ്, ഒരു ഐറ്റമാണ്. എന്താണ് ഈ എലവബിൾ ഡിഫറൻസ് എന്നാണ്. അതായത് എലവബിൾ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? പോപ്പുലേഷൻ മീനാണല്ലോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് വരാം, അതായത് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് നമ്മൾ പോപ്പുലേഷൻ മീൻ. അപ്പോൾ പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ പോപ്പുലേഷൻ മീൻ എത്രയാണോ അതും എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻ മീനും തമ്മിൽ എത്രത്തോളം വരെ ഡിഫറൻസ് വരാം, അങ്ങനെ അനുവദനീയമായിട്ടുള്ള ഡിഫറൻസ് എത്രയാണ്, അതാണ് എലവബിൾ ഡിഫറൻസ്, അനുവദനീയമായ ഡിഫറൻസ്. ഏതിൽ? പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന ഡിഫറൻസ്, അനുവദനീയമായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എലവബിൾ എറർ എന്ന് പറയാം. ആ അർത്ഥത്തിലാണ് ഇവിടെ ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. എലവബിൾ എറർ എത്രയാണ്, എലവബിൾ ഡിഫറൻസ് എത്രയാണ്, പോപ്പുലേഷൻ മീനിൽ എത്രത്തോളം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് വരാം, നമ്മൾ അനുവദനീയമായിട്ടുള്ള
എറർ എത്രയാണ് അതാണ് ഈ ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോൾ സ്ക്വയർ. അപ്പോൾ ഫോർമുല n ഈക്വൽ ടു z സിഗ്മ ഡിവൈഡഡ് ബൈ ഇ ഹോൾ സ്ക്വയർ. വളരെ സിമ്പിൾ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഡിറ്റർമിൻ ദി സാമ്പിൾ സൈസ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദി ട്രൂ മീൻ ഓഫ് ദി പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഇൻഫർമേഷൻ. Standard deviation of the population 15, level of confidence 99%, estimate should be within 6 units of the population mean. Clear ആയല്ലോ? നോക്കൂ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. സാമ്പിൾ സൈസാണ് നിർണ്ണയിക്കേണ്ടത്. എസ്റ്റിമേറ്റിംഗ് ട്രൂ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് പോപ്പുലേഷൻ സൈസ് എത്രയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? പോപ്പുലേഷൻ സൈസ് അറിയില്ല, ഇൻഫിനിറ്റ് ആണ്. അതായത് ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷൻ അതായത് സിഗ്മ തന്നിട്ടുണ്ട്, 15 ആണ്. ലെവൽ ഓഫ് കോൺഫിഡൻസ് 99% ആണ്. ലെവൽ ഓഫ് കോൺഫിഡൻസ് 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% ആണ്. ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയാണ്. Z ആവുന്ന സമയത്ത് ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. അപ്പോൾ ഇൻഫിനിറ്റി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ സെഡിൻ്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് 2.576 വരും. അപ്പോൾ സെഡിൻ്റെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഓക്കെ, ഇനി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇ ആണ്. ഇ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കൂ. എസ്റ്റിമേറ്റ് ഷുഡ് ബി within 6 units of the population mean. പോപ്പുലേഷൻ മീൻ, ആക്ച്വൽ പോപ്പുലേഷൻ മീനിൽ നിന്ന് 6 യൂണിറ്റ് വരെ ഡിഫറൻസ് വരാവുന്ന രീതിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ 6 യൂണിറ്റ്സ് വരെ ഡിഫറൻസ് അനുവദനീയമാണ് എന്നർത്ഥം. എലവബിൾ എറർ ഇ എന്ന് പറയുന്നത് 6 ആണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂസും നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n ഈക്വൽ ടു z 2.576 ഇൻറ്റു സിഗ്മ 15 ഡിവൈഡഡ് ബൈ ഇ 6 ഹോൾ സ്ക്വയർ. അപ്പോൾ 41 കിട്ടും. അപ്പോൾ സാമ്പിൾ സൈസ് ഇവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണ്ട സാമ്പിൾ സൈസ് 41 ആണ്. ക്ലിയർ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. An efficiency expert in a large assembly plant for laptop computers is interested to determine the average time it takes a worker to assemble a laptop computer with available parts. How large a sample will he need to be 98% certain that his sample mean will not differ from the true mean by more than 10 minutes? Similar studies conducted before have established a standard deviation of 40 minutes. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു എഫിഷ്യൻസി എക്സ്പേർട്ട് ഒരു സർവേ നടത്തുകയാണ്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ഥാപനത്തിലുള്ള അവരുടെ വർക്കേഴ്സ്, ഒരു ആവറേജ് വർക്കർ അവരുടെ സ്പെയർ പാർട്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാൻ ഒരു വർക്കർ എടുക്കുന്ന സമയം എത്രയാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. ആ ആവറേജ് ടൈം എത്രയാണ് അസംബ്ലിങ്ങിന് വേണ്ടി വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു വർക്കർ ആവറേജ് ടൈം എത്രയാണ് അസംബ്ലിങ്ങിന് എടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് എത്രയാണ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് സാമ്പിൾ സൈസ് എത്രയാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹൗ ലാർജ് എ സാമ്പിൾ വിൽ ഹി നീഡ് ടു ബി 98% സെർട്ടൈൻ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് 98% ആ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നർത്ഥം. ഓക്കെ, ആൻഡ് ദി സാമ്പിൾ മീൻ വിൽ നോട്ട് ഡിഫർ ദി ട്രൂ മീൻ ബൈ മോർ ദാൻ 10 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് 10 മിനിറ്റ്സ് അലവബിൾ ആയിട്ടുള്ള 10 മിനിറ്റ്സ് ആണ് അലവബിൾ എറർ അല്ലെങ്കിൽ അലവബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈം ആക്ച്വൽ മീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്ച്വലി എത്രയാണോ അസംബ്ലിങ്ങിന് എടുക്കുന്ന സമയം അതുമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ടൈമിന് 10 മിനിറ്റ്സിൻ്റെ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് വരെ വരാവുന്നതാണ്. ഓക്കെ, സിമിലർ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബിഫോർ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 40 മിനിറ്റ്സ്. 40 മിനിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫോർമുല എന്തായിരുന്നു? സാമ്പിൾ സൈസ് ഈസ് ഈക്വൽ ടു Z സിഗ്മ ഡിവൈഡഡ് ബൈ ഇ ഹോൾ സ്ക്വയർ.
Z എത്രയാണ്? അപ്പോൾ ഇവിടെ Z കണ്ടുപിടിക്കണമെങ്കിൽ ടേബിളിൽ നോക്കി Z കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് കോൺഫിഡൻസ് 98 ആണ്. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 2%. അപ്പോൾ 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം Z ആണ്, നമുക്കറിയാം ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 2%ൽ Z വാല്യൂ 2.326 ആണ് വരിക. അപ്പോൾ Z കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40 ആണെന്ന് തന്നിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആണെന്നും തന്നിട്ടുണ്ട്. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 87 ആണ് ഇവിടെ നമ്മൾ ഓപ്റ്റിമൽ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ടത് 87 ആണ്. ക്ലിയർ ആയോ? യെസ്. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക്, അതായത് സാമ്പിൾ സൈസ് കമ്പ്യൂട്ടേഷൻ വൈൽ എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ മീൻ തന്നെയാണ്, പക്ഷേ പോപ്പുലേഷൻ ഈസ് ഫൈനൈറ്റ്. പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണ്. ഇൻഫിനിറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ ഇതുവരെ രണ്ട് പ്രോബ്ലം ചെയ്തത്. ഇനി ഫൈനൈറ്റ് ആവുന്ന സമയത്ത്, അതായത് പോപ്പുലേഷൻ സൈസ് നമുക്കറിയാം, ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്? ഫോർമുല നോക്കൂ. n ഈക്വൽ ടു, ഇവിടെ എന്നും വേറെ വേറെയാണ്. n ഈക്വൽ ടു, ഇത് സാമ്പിൾ സൈസാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസാണ്. n ഈക്വൽ ടു n ഇൻറ്റു Z സ്ക്വയർ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ Z സ്ക്വയർ സിഗ്മ സ്ക്വയർ പ്ലസ് n-1 ഇൻറ്റു E സ്ക്വയർ എന്നാണ്. ഈ ഫോർമുല ഒന്ന് നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നേരത്തെ നമ്മൾ എഴുതിയിരുന്നത് Z സിഗ്മ ഡിവൈഡഡ് ബൈ E ഹോൾ സ്ക്വയർ എന്നായിരുന്നു അല്ലേ? Z സിഗ്മ ഡിവൈഡഡ് ബൈ E ഹോൾ സ്ക്വയർ. ഇത് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആകുന്ന സമയത്തുള്ള ഫോർമുലയാണ്. ഇനി ഫൈനൈറ്റ് ആവുന്ന സമയത്ത്, അതായത് പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N കൂടെ നമുക്ക് അറിയാം. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ എന്താ ഫോർമുലയിൽ വരുന്ന മാറ്റം നോക്കൂ. ഈ ഹോൾ സ്ക്വയർ എന്നുള്ളത് നമുക്ക് താഴെ മുകളിലും സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ Z സ്ക്വയർ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ E സ്ക്വയർ എന്നല്ലേ വരിക. ഇവിടെ Z സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ Z സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ E സ്ക്വയർ എന്നാണ്. ഓക്കെ. ഇനി അതിനെ ക്യാപിറ്റൽ N, അതായത് പോപ്പുലേഷൻ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരിക? N Z സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് വരുമല്ലോ മുകളിൽ. നോക്കൂ ഇവിടെ N Z സ്ക്വയർ സിഗ്മ സ്ക്വയർ. ഓക്കെ. ഹോൾ ഡിവൈഡഡ് ബൈ, പിന്നെ എന്താ താഴെ എന്തായിരുന്നു? E എന്നുള്ള E സ്ക്വയർ എന്ന് വരും. ആ E സ്ക്വയറിനെയും N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ആ പോപ്പുലേഷൻ സൈസായ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Nൽ നിന്ന് 1 മൈനസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫോർമുല ഇതാ n-1 ഇൻറ്റു E സ്ക്വയർ. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം ആഡ് ചെയ്യണം. ഇവിടെയുള്ള Z സ്ക്വയർ സിഗ്മ സ്ക്വയർ ആഡ് ചെയ്യണം. വെരി സിമ്പിൾ. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലയാണെന്നൊന്നും ഓർക്കാനില്ല. നമ്മൾ നേരത്തെ പഠിച്ച ആ ഫോർമുലയായി കണക്ട് ചെയ്ത് ഓർക്കുക. എന്തായിരുന്നു നേരത്തെ പഠിച്ച്? Z സിഗ്മ ഡിവൈഡഡ് ബൈ E ഹോൾ സ്ക്വയറിന്. അതിൻ്റെ അർത്ഥം അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. Z സ്ക്വയർ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ E സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ E സ്ക്വയറിനെ n-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ Z സ്ക്വയർ സിഗ്മ സ്ക്വയർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ Z ടേബിൾ വാല്യൂ, ക്യാപിറ്റൽ N പോപ്പുലേഷൻ സൈസ്, സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, E അലവബിൾ ഡിഫറൻസ് ഓർ അലവബിൾ എറർ. ഓക്കെ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വാട്ട് ഷുഡ് ബി ദി സാമ്പിൾ സൈസ് ഫ്രം എ സെറ്റ് ഓഫ് 2000 അക്കൗണ്ട്സ് if the standard deviation of default as per past experience was 2.6 when a 95% confidence is required and sample mean should not differ by more than half from the population mean. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ഒരു 2000 എന്നൊരു ഫിഗർ കൂടുതലായി വരുന്നുണ്ട്. ദിസ് ഡിനോട്ട്സ് ദി പോപ്പുലേഷൻ സൈസ്. ഓക്കെ. ഒന്നുകൂടെ നോക്കൂ. വാട്ട് ഷുഡ് ബി ദി സാമ്പിൾ സൈസ്? സാമ്പിൾ സൈസ് എത്രയാണെന്ന് നിർണ്ണയിക്കാനാണ് പറയുന്നത്. ഫ്രം എ സെറ്റ് ഓഫ് 2000 അക്കൗണ്ട്സ് ഇഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫോൾട്ട് ആസ് പെർ പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്ന പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.6 ആണ്. പോപ്പുലേഷൻ സൈസ് 2000 ആണ്. 95% കോൺഫിഡൻസ് ലെവലാണ്. ഓക്കെ. ആൻഡ് സാമ്പിൾ മീൻ ഷുഡ് നോട്ട് ഡിഫർ ബൈ മോർ ദാൻ ഹാഫ്. ഹാഫിൽ കൂടുതലാകാൻ പാടില്ല, 0.5 കൂടുതലാകാൻ പാടില്ല. അപ്പോൾ എലവബിൾ ആയിട്ടുള്ള ഡിഫറൻസ് 0.5 ആണ്. ഓക്കെ.
Formula നോക്കൂ, n equal to n into z square sigma square divided by z square sigma square plus n minus 1 into e square. n അറിയാം 2000 ആണ്. z നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡം 1.96 ആണ്. z കിട്ടും. പിന്നെ എന്താ വേണ്ടത്? സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 2.6 ആണ്. ഓക്കെ, ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഈ ഫോർമുലയിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 99 ആണ് സാമ്പിൾ സൈസ്. ഓപ്റ്റിമൽ സാമ്പിൾ സൈസ് ഈസ് 99. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിറ്റർമിൻ ദി സൈസ് ഓഫ് സാമ്പിൾ ഫോർ ഡിറ്റർമിനിങ് ട്രൂ മീൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ദി സൈസ് 5000. പോപ്പുലേഷൻ സൈസ് ആണ് 5000 ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. വേരിയൻസ് ഓഫ് ദി പോപ്പുലേഷൻ 4. വേരിയൻസ് ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വരിക, 2 ആണ്. കോൺഫിഡൻസ് ലെവൽ 99 എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻസ് ലെവൽ 1%. എസ്റ്റിമേറ്റ് ഷുഡ് ബി വിതിൻ 0.4 യൂണിറ്റ്സ് ഓഫ് ദി ട്രൂ വാല്യൂ ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ എലവബിൾ എറർ എന്ന് പറയുന്നത് 0.4 ആണ്. അത് നിങ്ങളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഫോർമുലയിൽ ഈ വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സാമ്പിൾ സൈസ് 161 അല്ലേ, അപ്രോക്സിമേറ്റ്ലി 161 അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഡിഫറൻസ് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ആദ്യം പോപ്പുലേഷൻ മീൻ എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട് സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ 2 കേസിൽ, അതായത് പോപ്പുലേഷൻ ഫൈനൈറ്റ് ആകുമ്പോൾ ഇൻഫിനിറ്റ് ആകുമ്പോഴുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? ആദ്യം നമുക്ക് പോപ്പുലേഷൻ ഈസ് ഇൻഫിനിറ്റ്. പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, n ഈക്വൽ ടു z സ്ക്വയർ പി ക്യൂ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ. നേരത്തെ പഠിച്ച ഫോർമുല പോലെ തന്നെ കണക്ട് ചെയ്ത് ഓർക്കുക, എന്താ ഡിഫറൻസ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. n ഈക്വൽ ടു z സ്ക്വയർ പി ക്യൂ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ. പി ക്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രൊപ്പോർഷൻ ആയതുകൊണ്ടാണ് പി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ z സ്ക്വയർ, z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടേബിൾ വാല്യൂ ആണ്. പി എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലവൽ ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഈ ഫോർമുലയിൽ ഈ വാല്യൂ ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സൈസ് എത്രയാണെന്ന് കിട്ടും. നോക്കാം. വാട്ട് ഷുഡ് ബി ദി സൈസ് ഓഫ് സാമ്പിൾ ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ടു എസ്റ്റിമേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് വിതിൻ 2% ഓഫ് ദി ട്രൂ വാല്യൂ വിത്ത് 95.5% കോൺഫിഡൻസ് ഓൺ ദി ബേസ് ഓഫ് 3% ഡിഫക്റ്റീവ് ഇൻ എ സാമ്പിൾ. സെറ്റ് വാല്യൂ അറ്റ് 4.5% ലെവൽ ആൻഡ് ഇൻഫിനിറ്റി ഡി എഫ് ഈസ് ഈക്വൽ ടു 2.005. ഓക്കെ, നോക്കൂ ഒന്നുകൂടെ. What should be the sample size of the sample drawn from a population to estimate the percentage of defectives ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എസ്റ്റിമേഷൻ നടത്തേണ്ടത് എങ്ങനെ? വിതിൻ 2% ഓഫ് ദി ട്രൂ വാല്യൂ. ശരിയായിട്ടുള്ള പെർസെൻറ്റേജിൽ നിന്ന് ഒരു 2%ൻ്റെ ഡിഫറൻസ് ഒക്കെ വരാം. എലവബിൾ ഡിഫറൻസ് 2% ആണ്. 95.5% കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. 3% സാമ്പിളിൽ ഡിഫക്റ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് വന്നത് 3% ആണെന്ന് പറഞ്ഞാൽ ഇതാണ് സാമ്പിൾ പ്രൊപ്പോർഷൻ. അതായത് 3% എന്ന് പറഞ്ഞാൽ 0.03. ഓക്കെ, z വാല്യൂ നിങ്ങൾ 4.5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയതുകൊണ്ട് z വാല്യൂ ഇൻഫിനിറ്റി ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുകയാണ്, 2.005 ആണ്. ഇപ്പോൾ ഫോർമുല എന്തായിരുന്നു? n ഈക്വൽ ടു z സ്ക്വയർ പി ക്യൂ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ. z 2.005 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ നമുക്ക് വേണ്ടത് പി ആണ്. പി എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ്. സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 3% ആണ്, മീൻസ് 0.03 ആണ്. ഇപ്പോൾ പി 0.03 ആകുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് പി ആണ്. 1 മൈനസ് പി മൈനസ് മീൻസ് 1 മൈനസ് 0.03 ഈക്വൽ ടു 0.97. ഈ 2% ആണ്. 2% എന്ന് പറഞ്ഞാൽ 0.02. ഈ വാല്യൂ ഒക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് z സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.005 സ്ക്വയർ ഇൻറ്റു പി 0.03 ഇൻറ്റു ക്യൂ 0.97 ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ 0.02 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്ത് 292 ആണ് സാമ്പിൾ സൈസ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി സെയിൽസ് മാനേജർ ഓഫ് എ ലാർജ് മാനുഫാക്ചറിംഗ് കമ്പനി വാണ്ട്സ് ടു ചെക്ക് ദി ഇൻവെൻ്ററി റെക്കോർഡ്സ് അഗെയിൻസ്റ്റ് ദി ഫിസിക്കൽ ഇൻവെൻ്ററീസ് ബൈ എ സാമ്പിൾ സ്റ്റഡി.
He intimates that the maximum sampling error should not be 10% above or below the true proportion if the accurate record proportion if the inaccurate record inaccurate ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് inaccurate ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ തന്നെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 10%-ൽ കൂടുതലോ കുറവോ വരാൻ പാടില്ല. യഥാർത്ഥത്തിലുള്ളതിൽ നിന്ന് ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് 10% കൂടുതലോ 10%-ൽ കുറയാനോ പാടില്ല. എന്ന് പറഞ്ഞാൽ 10% ആണ് അലവബിൾ ആയിട്ടുള്ള ഡിഫറൻസ് എന്നർത്ഥം. ഓക്കെ, ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻ്റർവെൽ വിൽ ബി 95%, മീൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ദി പ്രൊപ്പോർഷൻ ഓഫ് ദി ഇനാക്യുറേറ്റ് റെക്കോർഡ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 25% അക്കോർഡിംഗ് ടു ദി പാസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസ് പ്രകാരം പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 25% ആണ്. അപ്പം പ്രൊപ്പോർഷൻ ഓഫ് ഇനാക്യുറസി 25% ആണ്. P 25% മീൻസ് 0.25. അപ്പോൾ Q 0.75 ആയിരിക്കും. Z 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡം 1.96 ആണ്. ഈ 10% മീൻസ് 0.1. അങ്ങനെയാകുമ്പോൾ ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കും. സാമ്പിൾ സൈസ് വരുന്നത് 72 ആയിരിക്കണം വരേണ്ടത്. ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അവസാന കേസിലേക്ക് പോവുകയാണ്. ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് സാമ്പിൾ സൈസ് വൈൽ എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഹിയർ ദി പോപ്പുലേഷൻ ഈസ് ഫൈനൈറ്റ്. പോപ്പുലേഷൻ ഫൈനൈറ്റ് ആകുന്ന സമയത്ത്, ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ആദ്യത്തെ കേസിൽ ഫോർമുല എന്തായിരുന്നു? Z² PQ ഡിവൈഡഡ് ബൈ E² ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യനൊക്കെ തരിക. പക്ഷേ ഇവിടെ പോപ്പുലേഷൻ സൈസ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പോപ്പുലേഷൻ സൈസ് കൊണ്ട് ഈ N കൊണ്ട്, ക്യാപിറ്റൽ N കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ N × Z² PQ എന്നല്ലേ വരിക. ഇവിടെ ഫോർമുല നോക്കൂ, N × Z² PQ. ഓക്കെ, താഴെ നമ്മൾ നേരത്തെ E² എന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. E²നെയും ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്യാപിറ്റൽ N കൊണ്ടല്ല, N-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ N-1 × E². ഓക്കെ, ഇവിടെ പ്ലസ് ചെയ്യേണ്ടത് ഇവിടെയുള്ള Z² PQ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അതേ പ്രൊസീജിയർ തന്നെ. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഫോർമുലയിൽ വേണ്ട കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സൈസ് കിട്ടും. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. Determine the size of the sample to be drawn from the population of 5,000 units to estimate the percentage of defectives on the basis of 3% defectives in a sample within 0.05 units of the true value. Level of confidence desired is 95%. Okay, question ഒന്നുകൂടെ നോക്കൂ. Determine the size of sample to be drawn from the population of 5,000 unit. Population size ആണ് 5,000. അപ്പോൾ N 5,000. Estimate the percentage of defective. Percentage of defective ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അതായത് പോപ്പുലേഷൻ പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് ഓൺ ദി ബേസ് ഓഫ് 3% ഡിഫക്റ്റീവ് ഇൻ എ സാമ്പിൾ. സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 3 ആണ്. പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ പ്രൊപ്പോർഷൻ 3 ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ സൈസ് എത്രയാണെന്നാണ് പറയേണ്ടത് നമ്മൾ. ഓക്കെ, അപ്പോൾ സ്മോൾ p 3% ആണ്, 0.03, Q 0.97, E 0.05. ഇവിടെ പറയുന്നു ഇത് സാമ്പിൾ വിതിൻ 0.05 യൂണിറ്റ്സ് ഓഫ് ഇറ്റ്സ് ട്രൂ വാല്യൂ. ശരിയായ വാല്യൂവിൽ നിന്ന് ഇത്രയും ഡിഫറൻസ് വരാം. അതായത് 0.05% എന്നർത്ഥം. ഓക്കെ, 0.05. Z വാല്യൂ 1.96 ആണ് വരിക. അപ്പോൾ ഇതിൽ വാല്യൂ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N × Z² PQ ഡിവൈഡഡ് ബൈ Z² PQ പ്ലസ് N-1 × E². എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. N 5,000 ആണ്. Z² എന്ന് പറയുമ്പോൾ 1.96² ആണ്. PQ ഡിവൈഡഡ് ബൈ Z² PQ പ്ലസ് 5,000 - 1 × 0.05². അപ്പം 44.33 ആണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 44 എന്നെടുക്കാം. സാമ്പിൾ സൈസ് 44 വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ എന്ന ഭാഗം നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.